ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ ജന സർവീസായിട്ട് വർക്കിന് ഇട്ടിട്ടുണ്ട്. ജന സർവീസ്, എഞ്ചിൻ ഓയിൽ, അതേപോലെ തന്നെ വാട്ടർ സർവീസ്, ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. പിന്നെ നമുക്ക് വണ്ടി സെൽഫ് ബ്രേക്ക് പിടിക്കാതെ തന്നെ സെൽഫ് അടിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അത് ആ ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഷാഫ്റ്റ്, അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന നിലവിൽ നോർമലാണ്, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ബാക്ക് ടയർ പുതിയ ടയർ കിടക്കുന്നത്, കമ്പിനായാലും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ക്യാമ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക, അത്രയും നിലവിലോട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം, ഓയിൽ ലീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് നോക്കണം. ബെൻഡെക്സ്, റോളർ, അങ്ങനെ അത്യാവശ്യം മൂവ്മെൻറ്റുള്ള കുറച്ച് പാർട്സുകൾ വന്ന ഭാഗമാണിത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. ഹോണ്ടയുടെ കമ്പനി ബെൽറ്റിനെ ഇതിപ്പോൾ കിടക്കുന്നത്. ബെൽറ്റിന് ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൻഡെക്സ് ചെക്ക് ചെയ്തു, വർക്കിംഗ് ഓക്കെയാണ്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു, നോർമൽ തേമാനൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കിക്കറിൻ്റെ വീലായാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് നിലവിൽ. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ്. അത് നമുക്ക് ഈ ഭാഗത്തായിട്ട് വന്നെ, അതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അത് ശരിക്കും പൊടിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം കേട്ടോ. ഏകദേശം ഒരു 50 രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും. ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത്. അതിന് ശേഷം ഫ്രണ്ട് കൂടി അഴിച്ച് ബ്രേക്ക് ചെയ്യാൻ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ റീസെറ്റ് ചെയ്യുള്ളൂ. ഈ ബ്രേക്ക് സ്വിച്ച് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ്. അത് ഫുൾ ടൈം സ്റ്റക്കായിട്ടേ കോൺടാക്റ്റ് ആയി നിൽക്കുക. അതുകൊണ്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിച്ചേട്ടോ. അതായത് ബ്രേക്ക് പിടിക്കാതെ തന്നെ വണ്ടി സെൽഫ് അടിക്കുന്നതിൻ്റെ കാരണം അതായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട്. ബാറ്ററി നമുക്ക് 2024 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ബാറ്ററിയുടെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ 2024 നമുക്ക് ജനറൽ സർവീസിനകത്ത് ബാറ്ററി ടെസ്റ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്യണമെന്നുള്ളൂ. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. ഞാൻ അതിൻ്റെ ബാറ്ററി ഒന്ന് ലോ ടെസ്റ്റിലേക്ക് വിടാണ്. ഏകദേശം 8.82 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു വേറെ കുഴപ്പമൊന്നുമില്ല, കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. അപ്പോൾ നിലവിൽ നമുക്ക് ജനറലായിട്ടുള്ള സർവീസാണ് നിലവിലുള്ളത്. പിന്നെ അതിൻ്റെ ബ്രേക്കിൻ്റെ ഒരു സ്വിച്ച് മാത്രമാണ് കംപ്ലയിൻ്റ് ആയിട്ടുള്ളത്. പിന്നെ വാട്ടർ സർവീസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ വണ്ടി ഒരല്പം ലേറ്റായിട്ടാണ് കയറിയേക്കുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 4:45 വണ്ടി കയറിയേക്കുന്നത്. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ചുരുങ്ങിയത് ഒരു 2-2.5 മണിക്കൂർ എടുക്കും സർവീസും മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് വാഷിങ്ങിലേക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഏകദേശം നമുക്കൊരു 7 മണിക്ക് ആകുമ്പോഴത്തേക്കും ഒരു 2 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് എടുക്കും. നമുക്കൊരു 7 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി വന്നാൽ മതി. ഞാൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യാം. അതിന് ശേഷം വന്നാൽ മതി. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വന്ന് നമ്മൾ പോസ്റ്റ് അടിച്ച് നിന്ന് പോകും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം, ഏകദേശം തീരാറാകുമ്പോഴത്തേക്കും വിളിക്കാം. അപ്പോൾ കണക്കാക്കി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, എസ്റ്റിമേറ്റ് അടക്കാം. ഓക്കെ.